67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണം നേടിയ സെന്റ് ജോസഫ് എച്ച്.എസ്. പുല്ലൂരാമ്പാറ സ്കൂൾ വിദ്യാർത്ഥിനി ദേവനന്ദ ബൈജുവിന് മന്ത്രി വി ശിവൻകുട്ടി വീട് വെച്ച് നൽകും. കുട്ടി 2 ഗോൾഡ് 2 സ്വർണ്ണ മെഡലാണ് വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീടിൻ്റെ അസൗകര്യം പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവരോട് ഞാനാണ് അതിൻ്റെ ചെയർമാൻ, ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. തങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നതെന്ന് ദേവനന്ദയും കുടുംബവും പ്രതികരിച്ചു. അതെ, വളരെ സന്തോഷം, നല്ല സന്തോഷം. സന്തോഷമായി വലിയൊരാഗ്രഹമായിരുന്നു വീട്. അഞ്ജു ചേരുകയാണ്. അഞ്ജു, എന്തൊക്കെയാണ് ഇന്ന് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങൾ? ഒപ്പം തന്നെ ഈ കുട്ടിക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനം മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശം? ഈ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 4ാം ദിവസം പൂർത്തിയാകുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടിയാണ് നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. അത് കോഴിക്കോട് പുല്ലൂരമ്പാറയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ ദേവനന്ദ ബിജുവിന് മന്ത്രി വി ശിവൻകുട്ടി വീട് വെച്ച് നൽകാമെന്നൊരു പ്രഖ്യാപനം ഇവിടെ വെച്ച് നടത്തുകയുണ്ടായി. ദേവനന്ദയ്ക്ക് വീടില്ല എന്നുള്ളൊരു ആവശ്യം ആദ്യം ഈ കഴിഞ്ഞ ദിവസം 100 മീറ്ററിൽ ദേവനന്ദ സ്വർണം നേടിയിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ദേവനന്ദയ്ക്ക് വീടില്ലെന്ന്. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വെച്ച് തന്നെ ദേവനന്ദയ്ക്ക് ഉറപ്പായിട്ടും ഒരു വീട്, തന്റെ മെഡലുകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വീട് വെച്ച് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയത്. ആ പ്രഖ്യാപനത്തിന് ശേഷം ദേവനന്ദ ബിജുവിന്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. ഒരുപാട് കാലത്ത് ഒരു സ്വപ്നം നടത്താൻ പോകുന്നതിന്റെ ഒരു സന്തോഷം അവരും പങ്കുവെക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഇന്നത്തെ സ്കൂൾ മീറ്റിൽ 200 മീറ്ററിന്റെ 6 സെറ്റ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 4 റെക്കോർഡുകളാണ് പിറന്നത്. 4 റെക്കോർഡുകളാണ് മൊത്തത്തിൽ മത്സരത്തിൽ പിറന്നത്. ഇന്നലെ വേഗരാജാവായ നിവേദ് കൃഷ്ണയാണ് ഒരു റെക്കോർഡ് ഇട്ടത്. അത് ജൂനിയർ ബോയ്സിലാണ്. അതുപോലെ തന്നെ സീനിയർ ബോയ്സിൽ ഒരു റെക്കോർഡ് പിറന്നു. ട്രിപ്പിൾ സ്വർണം ഇന്നലെ വേഗറാണിയായ ആദിത്യ അജി ഇന്ന് വീണ്ടും ഒരു സ്വർണം കൂടി നേടി, ട്രിപ്പിൾ സ്വർണം നേടി. 100 മീറ്റർ, 200 മീറ്റർ, 100 മീറ്റർ ഹഡിൽ, ഇങ്ങനെ ഈ 3 വിഭാഗങ്ങളിലും ആദിത്യ അജി ട്രിപ്പിൾ സ്വർണം നേടി. അതുപോലെ തന്നെ അൻവിയും ഒരു റെക്കോർഡ് തകർക്കുകയുണ്ടായി. അൻവിയും പുല്ലൂരാമ്പാറയിൽ നിന്നുള്ള വിദ്യാർത്ഥിനി തന്നെയാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള അതുൽ ടീമും ഇന്നലെ ഒരു റെക്കോർഡ് ഇട്ടിരുന്നു. അതുൽ ടീമും ഇന്നത്തെ മത്സരത്തിൽ ജൂനിയർ ബോയ്സിന്റെ മത്സരത്തിൽ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. സബ് ജൂനിയർ ബോയ്സിന്റെ മത്സരത്തിൽ സഞ്ജയ് പുല്ലൂരാമ്പാറയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഇതര സംസ്ഥാന UP-യിൽ നിന്ന് ഉത്തർപ്രദേശ് മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോടാണ് സ്കൂള് എന്ന് പറയുന്നത്. സഞ്ജയ്ക്കും ഒരു റെക്കോർഡ് ഉണ്ട്. ഇത്തരത്തിൽ ഇന്ന് 200 മീറ്റർ മത്സരം പൂർത്തിയാകുമ്പോൾ 4 റെക്കോർഡുകളാണ് 200 മീറ്ററിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ദേവനന്ദ ബിജുവിന് മന്ത്രി വി ശിവൻകുട്ടി ഒരു വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ട്രിപ്പിൾ സ്വർണം നേടി ആദിത്യ അജിയും ഈ ഒരു മീറ്റിലെ ഒരു കായിക താരമായി തന്നെ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ 2017 ആൻസി ഫോസിലിട്ട റെക്കോർഡ് ഇവിടെ തകർക്കപ്പെട്ടു. അൻവിയാണ് ആൻസി ഫോസിലെ റെക്കോർഡ് തകർക്കപ്പെട്ടത്. 38 വർഷം പഴക്കമുള്ള സിന്ധു മാത്യുവിന്റെ റെക്കോർഡും ഇന്ന് ഇവിടെ തകർക്കപ്പെട്ടു. അത്തരത്തിൽ 4 റെക്കോർഡുകളാണ് 200 മീറ്റർ മത്സരം പൂർത്തിയാകുമ്പോൾ ഇന്ന് തകർക്കപ്പെട്ടത്. അഞ്ജുവാണ് സ്കൂൾ കായികമേളയുടെ വിശദാംശങ്ങൾ നൽകിയത്.